ഡോക്ടർ പി കെ ഗോപൻ, ഇവിടെ മെയ് 4-ാം തീയതി വരുന്ന റിസൾട്ട് ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എത്ര ചർച്ച ചെയ്താലും എത്ര ചർച്ച ചെയ്തില്ലേലും വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. ഇനി വലിയ വ്യാഖ്യാനികൾക്കൊന്നും വലിയ പ്രസക്തി ഒന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങ് ചർച്ച ചെയ്തു എന്നുള്ള അതാണ് യാഥാർത്ഥ്യം. മെയ് 4-ാം തീയതി വരുന്ന റിസൾട്ട് പോയ പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണെന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം ജിൻഡോയുടെ ചോദ്യം. അതിനൊരു നേർക്കുന്ന മറുപടി ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ ബാലറ്റ് ബോക്സിനകത്ത് അകപ്പെട്ട വോട്ടുകളാണ്. അതിനെ ചർച്ചയിലൂടെയോ നിരീക്ഷണങ്ങളിലൂടെയോ നിലപാടുകളിലൂടെയോ തിരുത്താൻ സാധാരണഗതിയിൽ ആർക്കും കഴിയില്ല. ഞാൻ സാധാരണഗതിയിലുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ അല്ലാത്ത അപൂർവ സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ പലയിടത്തും നടന്നതായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കഴിയാത്തൊരു കാര്യമാണത്. അപ്പോൾ പിന്നെ അത്തരം ഒരു വിശകലനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ആകാംക്ഷയെ ശമിപ്പിക്കാനും ഉദ്ദീപിപ്പിക്കാനും ഒക്കെ ഉതകുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൻ്റെ ഭരണമാണല്ലോ വിലയിരുത്തപ്പെടുന്നത്. അതിൽ തർക്കമുള്ള കാര്യമല്ലല്ലോ. കാരണം സാധാരണഗതിയിലൊരു തെരഞ്ഞെടുപ്പിനെ ഭരണപക്ഷം നേരിടുമ്പോൾ അവരിലൊരു കുറ്റബോധം ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് മനസാക്ഷി കുത്തം എന്നൊക്കെ പറയുന്നത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ഉള്ള മാൻഡേറ്റ് ഞങ്ങളത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചില്ല എന്നൊക്കെ ഒരു കുറ്റബോധം ഉണ്ടാകാം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാർ പ്രകടന പത്രികയെ വിചാരണ ചെയ്യുകയാണ്. അവർ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയെ ജനങ്ങൾക്ക് വിചാരണ ചെയ്യാൻ അവസരം കൊടുക്കുകയാണ്. ശ്രീധരൻപിള്ള സാറിൻ്റെ കമൻസ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പ്രകടന പത്രികയുടെ പുറകിൽ ആരെങ്കിലും പോകുമോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഏത് ചോദ്യം വന്നപ്പോഴാണ്? 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നോ? 50 രൂപയ്ക്ക് പെട്രോൾ കൊടുത്തോ? ഈ ചോദ്യമൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹം അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതല്ല. ഗവൺമെൻറ് പ്രകടന പത്രിക നടപ്പിലാക്കിയതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്. അപ്പോൾ ഗവൺമെൻറ്റിന് ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് തേടിയത്. ഒന്നാമത്തെ കാര്യം അത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ വന്ന ഒരു ചർച്ചയിൽ മൊത്തം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല എങ്കിലും ചില പരാമർശങ്ങൾ ഇടയ്ക്ക് കേട്ടു. അതിൽ ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടാണ്, ഞങ്ങളുടെ PR വർക്ക് ജനങ്ങളാണ്. ഈ കനകോലു ഒരർത്ഥത്തിൽ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ജനങ്ങളുടെ ഭാഗമാണ് അദ്ദേഹം. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ഒരാൾ തന്നെയാണ് ശ്രീ കനകോലു. പക്ഷേ ശ്രീ കനകോലു ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്. BJPക്ക് വേണ്ടി പ്രവർത്തിച്ച് പരിചയമുള്ളൊരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഇടപെടണമെങ്കിൽ വലിയ സമ്പത്ത് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ടീം അങ്ങനെയുള്ളൊരു ടീമാണ്. അങ്ങനെ ഒരു സമ്പത്ത് കൊടുത്ത് കോൺഗ്രസ് കേരളത്തിൽ നിരവധി മാസങ്ങളായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കനകോലു. അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യങ്ങൾ സംഭാവന ചെയ്യുന്നത്. അപ്പോൾ അതിനെ PR വർക്കെന്ന് പറയണോ വേറെ ഏതെങ്കിലും പേര് കൊടുത്ത് പറയണോ എന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ മാധ്യമ ലോകവും മറ്റുള്ളവരും ആലോചിക്കുക. എന്തായാലും അങ്ങനെ ഒരു കാര്യത്തിലാണ് ഇവിടെ ഇലക്ഷൻ വർക്ക് നടന്നത് എന്നുള്ളതാണ്. പിന്നെ ജനങ്ങൾ ആഗ്രഹിച്ചത് ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രിയാണ്. നമ്മൾ ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് വർത്താനം പറയണോ? 5 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി സാറ് 10 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി സാർ അല്ലായിരുന്നോ കേരളത്തിലെ മുഖ്യമന്ത്രി? 2011-16 ആ ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴല്ലല്ലോ അന്തരിച്ചത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് പരാജയപ്പെട്ടതിന് ശേഷമല്ലേ അദ്ദേഹം അസുഖബാധിതനായിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയത്. അതിലുള്ള വിഷമം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ ജനങ്ങൾ തോൽപ്പിച്ചതല്ലേ അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ? എന്തുകൊണ്ട്? ഉമ്മൻചാണ്ടിയുടെ ഭരണം കേരളത്തിന് ദോഷം ചെയ്തു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണം കേരളത്തിന് ദോഷം ചെയ്തു. പച്ചയായ യാഥാർത്ഥ്യമല്ലേ? അങ്ങനല്ലേ അവരുടെ ഗവൺമെൻറ്റിനെ സർക്കാരിനെ പരാജയപ്പെടുത്തിയത്. അതിനുശേഷം പിണറായി സർക്കാർ വന്നു. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ചർച്ച എന്തൊക്കെയായിരുന്നു? LDF ഗവൺമെൻറ് തുടരുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം കൂടെ എടുത്ത നിലപാടെന്തായിരുന്നു? ആ നിലപാട് ചരിത്രം അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിണറായി സർക്കാർ തുടരില്ല. കേരളത്തിൽ അങ്ങനെ ഒരു ആവർത്തനം, ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ വരും. അന്നത്തെ ചർച്ചകൾ അങ്ങനെ ആയിരുന്നില്ല. അന്ന് ഞാൻ മറ്റൊരു ചാനലാണ് അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളിൽ ഇപ്പം കോൺഗ്രസിൻ്റെ, ഞാൻ ഈ മറുപടി പറയുന്നത് കോൺഗ്രസിന് വേണ്ടി കൂടി, കോൺഗ്രസിനുള്ള മറുപടി കൂടിയാണ്, അല്ലെ BJPക്കുള്ള മറുപടി കൂടിയാണ്. അങ്ങേക്കുള്ള മറുപടി മാത്രമല്ല. അങ്ങ് മാത്രമായിട്ട് തൊപ്പി എടുത്ത് വെക്കണ്ട. ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് തുടരില്ല, അങ്ങനെ ഒരു ചരിത്രമില്ല. നിങ്ങൾ എത്ര നല്ലത് ചെയ്തു എന്ന് പറഞ്ഞാലും അതെല്ലാം അംഗീകരിച്ചാലും ശരി, ഇനി അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ശരി, ഒരു കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കില്ലെന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞെടുത്തതാണ് ഞങ്ങൾ 10% അധികം സീറ്റോടുകൂടി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തിയിട്ട് നിങ്ങൾ നല്ല ഗവൺമെൻറ്റാണ് എന്ന് ജനങ്ങൾ സമ്മതം കൊടുക്കുകയാണ്. അത് വെറുതെ സമ്മതം കൊടുക്കുകയല്ല, 10% അധികം സീറ്റ് കൊടുത്തുകൊണ്ടാണ് ആ സമ്മതം കൊടുത്തത്. അതിനുശേഷം വന്ന 5 വർഷക്കാലവും
ആ പാറ്റേണിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടേ ഉള്ളൂ. ഓക്കെ, നമ്മൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നു. കേന്ദ്രത്തിൻ്റെ ഞെരുക്കത്തെ അതിജീവിക്കാൻ കഴിയുന്നു. പ്രതിപക്ഷവും കേന്ദ്ര ഭരണപക്ഷവും ഒരുപോലെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. സാമ്പത്തികമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു, ആശയപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അവരുടെ ഒരുമിച്ചുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. കേന്ദ്രത്തിനെതിരായിട്ട് പോകുന്ന സമരത്തിന് പിന്തുണ കിട്ടുന്നില്ല, പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ കിട്ടുന്നില്ല. ഇവിടുന്ന് പാർലമെൻറ്റിൽ പോയി സമ്മർദ്ദം ചെലുത്താനുള്ള വലിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലാണ്. 19 MP അവരവിടെ പാട്ടുപാടാനാണ് പോകുന്നത്. എന്നിട്ട് അവരിപ്പോൾ പറയുന്നത് ശബരിമല കൊള്ളയെക്കുറിച്ചാണ്. ആ ശബരിമല കൊള്ളയെക്കുറിച്ച് അവർ പറയുമ്പോൾ ശബരിമല കൊള്ളയുടെ പങ്ക് പറ്റിയ അഖിലേന്ത്യാ നേതൃത്വത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. ആ പങ്ക് എന്തായിരുന്നു വെളിപ്പെടുത്തിയിട്ടില്ല. പങ്കെന്താണെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾക്കും അറിയാൻ വയ്യ, പക്ഷേ അത് വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ BJPയും കോൺഗ്രസും കൂടി സംയുക്തമായി കേരളത്തിൽ എത്രയോ സമരം നടത്തി. ശബരിമല കാലത്ത് അവർ കൊടി മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് സമരം നടത്തിയല്ലോ. അതുപോലെ പാർലമെൻറ്റിൽ പോയി അവർ കേരളത്തിന് വേണ്ടി ഒന്നും വാദിച്ചില്ലല്ലോ. 19 മന്ത്രിമാരും ഈ കേരളത്തിന് സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ കണക്ക് കൊടുത്തില്ല എന്നുള്ള തമാശക്കളിയായിരുന്നല്ലോ നടത്തിയത്. അവസാനം ചൂരൽമലയിൽ ബാങ്ക് കട എഴുതിത്തള്ളുന്നതിനെ കുറിച്ച് സുപ്രീം കോടതി തന്നെ കമന്റ് പറയേണ്ടി വന്നല്ലോ. ഞാനൊന്ന് ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാനിത് പറഞ്ഞു വന്നത്, അങ്ങ് ചോദിച്ച ചോദ്യത്തെ ഞാൻ നേരിട്ട് അഡ്രസ്സ് ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെയോ കഴിഞ്ഞ 5 വർഷക്കാലത്തെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെയും ഒപ്പം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രതിപക്ഷത്തെ കൂടി വിലയിരുത്തുക. പ്രതിപക്ഷം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഭരണപക്ഷത്തിന്റെ എന്റെ ചോദ്യമായിരുന്നില്ല അത്, ജിൻഡോയുടെ വെല്ലുവിളി ചോദ്യമായിരുന്നു. ആ വെല്ലുവിളി താങ്കൾ ഏറ്റെടുക്കും. താങ്കൾ പറയുന്നു അത് 5 വർഷത്തെ എന്താ ഭരണത്തിന്റെ വിലയിരുത്തൽ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ ജിൻഡോയിലെ കാര്യം മറുപടി കേൾക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.